ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമയിലേക്ക് പോകുമ്പോൾ സന്ധ്യ അനുഭവിച്ചതെന്നാണ് പറയുന്നത്? ബേസിക്കലി എനിക്ക് ലൊക്കേഷനിലൊന്നും അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞാൻ ചെയ്തത് ഒരു മൂവിയാണ്, അമല എന്ന് പറഞ്ഞ മൂവി. അവിടെ 1 ഡേ ഷൂട്ടായിരുന്നു. ഞാൻ പോയത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. അതുകൊണ്ട് ലൊക്കേഷനിൽ എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഈ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചോ നമ്മുടെ റോളിനെ കുറിച്ചോ അല്ല. അവരാദ്യം പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ, നിങ്ങൾ അവൈലബിൾ ആണോ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ മാരീഡ് അല്ല എന്ന് പറയുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങൾ ബോൾഡ് സീൻസ് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾ എക്സ്പോസിങ് കോസ്റ്റ്യൂംസ് ഇടാൻ തയ്യാറാണോ, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കേപ്പബിലിറ്റിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ അവിടെ അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് അവർ. അപ്പോൾ അവർ പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ വിളിച്ചാലും അവരെടുക്കത്തില്ല, പിന്നെ അവരുടെ വിളിയും കാണത്തില്ല. സോ ഇതാണ് അവരുടെ അപ്രോച്ച്, ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. സോ ദേ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ബിക്കോസ് അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരു വീക്കർ സെക്സ് ആയിട്ടാണ്. ബിക്കോസ് ലേഡീസ് ഫീമെയിൽസ് പറയുമ്പോൾ വീക്കർ സെക്സ്, അവർക്ക് എന്താ പറയുക എതിർക്കാനുള്ളൊരു ശക്തിയില്ല, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, പേടിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ മിണ്ടത്തില്ല എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെ അവിടെ പ്രാധാന്യം തരാതെ അവിടെ എല്ലാം മെയിൽ ഡോമിനേഷനാണ്. സോ ഇതാണ് എനിക്ക് നേരിട്ടിട്ടുള്ളത്. ഫോൺ കോളിൽ കൂടിയാണ് ഞാൻ കൂടുതൽ പേരോട് സംസാരിച്ചിരിക്കുന്നത്. ബേസിക്കലി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്, കൺട്രോൾസ്, പിന്നെ അല്ലെങ്കിൽ മാനേജേഴ്സ്, ഇവരോടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്. ഈ വിച്ചു എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഞാൻ ഈ കുറച്ച് മാസങ്ങൾ മുമ്പ് സംസാരിച്ചത്. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞത് നല്ല റോൾസൊക്കെ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് പുള്ളി തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ താല്പര്യമൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കും. നമ്മളിങ്ങനെ കണ്ടീഷൻസ് പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ റോൾ ഉണ്ടാവില്ല, ബിക്കോസ് ഇങ്ങനെ കണ്ടീഷൻസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ, നിങ്ങളുടെ പാഷനൊന്നും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്ക് നേരിട്ടിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം സന്ധ്യ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമായിട്ടാണോ അതല്ല ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട്? ഭയങ്കര കോമൺ ആണ് ആക്ച്വലി. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫിലിം ഫീൽഡിൽ, ഇതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. അവരും ഇതേപോലുള്ള അനുഭവങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് മാത്രം ഉള്ളതല്ല, ഇപ്പോൾ എന്നെപ്പോലെ കുറേ പേര് മുന്നോട്ട് വന്ന് പറയുന്നുണ്ടല്ലോ, അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണിത്. ഒരു സേഫ്റ്റി ഇല്ല നമുക്ക് ലേഡീസിന്. ഞാൻ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വർക്ക് ചെയ്തിട്ടുമുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്, ഒരു സേഫ് എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ നമുക്ക് പേടിയാണ്. കൂടെ ഒരാളെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും നേരിടുന്ന ഒരു പൊതു പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും, അതിലൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ ഉള്ളൊരു? നേരത്തെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ വാക്ക് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ പേര് മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നതിൽ ചെറുതായിട്ട് ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്ന് പറയുന്നത്. ബിക്കോസ് ഇത് ഞാൻ നേരിട്ട അനുഭവങ്ങളാണ്, ഇത് ആരും പറഞ്ഞു കേട്ടതല്ല.